യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരു മാസത്തിനകം നടപ്പാക്കും. ശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകി. ജമാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജമാൽ, സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അടക്കം രൂപീകരിച്ചുകൊണ്ട് ഈ വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയ ഒഴിവാക്കാനുള്ള നടപടികളായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു മാസത്തിനകം വധശിക്ഷ നടപ്പാക്കാനാണ് യമൻ പ്രസിഡന്റ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ആര്യ, മലയാളികളെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട ദുഃഖവാർത്തകൾ എന്ന് പറയാം. ഒന്ന്, നേരത്തെ നമ്മൾ നൽകിയ അബ്ദുള്ള ഹിമിന്റെ കേസ് അത് നീട്ടിവെച്ചു. അത് സംബന്ധിച്ച് അന്തിമ വിധി വന്നില്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ദുഃഖകരമായ വാർത്ത, യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരു മാസത്തിനകം നടപ്പാക്കാൻ തീരുമാനമായി എന്നുള്ളതാണ്. ഈ വധശിക്ഷ റദ്ദാക്കാൻ വേണ്ടി യമനിൽ നേരത്തെ അപ്പീൽ കോടതിക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ പരാതി അന്ന് തള്ളി. ശേഷം ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് യമൻ പ്രസിഡന്റ് ആയിരുന്നു. ഇന്ന് യമൻ പ്രസിഡന്റ് പക്ഷേ ഒരു മാസത്തിനകം ശിക്ഷ നടപ്പാക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട തലാൽ അബു മെഹദിയുടെ കുടുംബവുമായും അദ്ദേഹത്തിന്റെ ഗോത്രത്തിന്റെ തലവന്മാരുമായും നേരത്തെ ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ വഴിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ഈ വധശിക്ഷയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത്. 2017 നിമിഷപ്രിയക്ക് വധശിക്ഷ വിധിക്കപ്പെട്ട സംഭവം ഉണ്ടായത്. യമൻ പൗരനായ തലാൽ അബ്ദുൽ മെഹദിയെ കൊലപ്പെടുത്തി എന്നതാണ് കേസ്. ഈ മെഹദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മെഹദിയെ കൊലപ്പെടുത്തി എന്നതാണ് നിമിഷപ്രിയക്ക് എതിരെയുള്ള കേസ്. പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിയാണ് നിമിഷപ്രിയ. 2012 നിമിഷപ്രിയ യമനിൽ ഒരു നഴ്സായി ജോലിക്ക് എത്തുന്നത്. ഭർത്താവ് ആ സമയത്ത് ടോമിയും കൂടി ആ സമയത്ത് യമനിലുണ്ടായിരുന്നു. പിന്നീട് ഇവർ യമനിൽ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ആലോചിക്കുകയും ഇതിനായി ഒരു യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരു മാസത്തിനകം നടപ്പാക്കും. ശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകിയിരിക്കുകയാണ്. ജമാലാണ് വിവരങ്ങൾ നൽകിയത്.